ഒരു മിനിറ്റ്, ഒരു മെസ്സേജ്. ഓക്കെ. ഹായ്, ഞാൻ ഡോക്ടർ ഫസൽ റഹ്മാൻ, അബുദാബിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. നമുക്കിന്ന് നമ്മുടെ മൊബൈൽ ഫോൺ യൂസിൻ്റെ രസകരമായ ചില കണക്കുകളും അത് നമ്മുടെ സോഷ്യൽ ലൈഫിലും റിലേഷൻഷിപ്പുകളിലും തലച്ചോറിലും മാനസികാരോഗ്യത്തിലും ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് 2 പുതിയ വേർഡ്സ് പഠിക്കാം. ഒന്നാമതായിട്ട് ഫബ്ബിങ്, അതായത് പൊതുസ്ഥലങ്ങളിലും മറ്റും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഫോൺ ഉപയോഗിക്കുന്നതിനെ, അതായത് ഫോൺ സ്നബ്ബിങ്, ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഫബ്ബിങ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വാക്ക് നോമോഫോബിയ, നോ മൊബൈൽ ഫോൺ ഫോബിയ. നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ മൊബൈലിലെ ചാർജ്, ഇൻ്റർനെറ്റ് കണക്ഷൻ, നെറ്റ്വർക്ക് കണക്ഷൻ എന്നിവ ഇല്ലാതാവുകയോ ചെയ്യുമ്പോൾ ഒരു ഭയം, ടെൻഷൻ, ഇറിറ്റബിലിറ്റി, സ്ട്രെസ്സ് ഒക്കെ തോന്നുന്നതിനെയാണ് നോമോഫോബിയ എന്ന് പറയുന്നത്. ഈ പുതിയ വാക്കുകളൊക്കെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷമൊക്കെ ആയതേ ഉള്ളൂ. അതും ഈ സ്മാർട്ട് ഫോണൊക്കെ വളരെ വ്യാപകമായി അത്ഭുതകരമായി നമ്മുടെ ഇടയിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം. കണക്കുകൾ പ്രകാരം ലോകത്താകമാനം ഈ 2020 വരെ ഏകദേശം 5 ബില്യൺ സ്മാർട്ട് ഫോണുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. കേരളത്തിലൊക്കെ സാമൂഹികപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയുന്നവരിൽ ഏകദേശം 80% പേരിലും സ്മാർട്ട് ഫോൺ എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മൾ ഇത്രയും പുതിയ ചെറിയ ചെറിയ സാങ്കല്പിക ലോകങ്ങൾ അഥവാ വെർച്വൽ ഹോംസ് ആണ് കെട്ടിപ്പടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ചിരിക്കുന്നതും കരയുന്നതും വിഷമിക്കുന്നതും സന്തോഷിക്കുന്നതും സ്നേഹിക്കുന്നതും വെറുക്കുന്നതും ജോലി ചെയ്യുന്നതും ചിന്തിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ ഇപ്പോൾ ഈ 5 ഇഞ്ച് സ്ക്രീനിൻ്റെ പ്രകാശത്തിലാണ്. ഇറ്റ് ഈസ് അവർ ന്യൂ വെർച്വൽ ഹോംസ്. അപ്പോൾ ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത് ഈ സ്മാർട്ട് ഫോണിനെ കുറ്റം പറയാനൊന്നുമല്ല. ഞാൻ കരുതുന്നത് ഈ ടെക്നോളജി എന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതം സുഖകരവും എളുപ്പവും മികച്ചതുമാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് തന്നെയാണ്. ഐ തിങ്ക് സ്മാർട്ട് ഫോൺ ഈസ് ആൻ അമേസിങ്, എൻറിച്ചിങ്, എംപവറിങ് ഡിവൈസ്. പക്ഷേ കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയാൽ ചില പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും എത്രയെത്ര മണിക്കൂറുകളാണ് ഈ സാങ്കല്പിക ലോകത്ത്, അതായത് ഈ 5 ഇഞ്ച് സ്ക്രീനിൻ്റെ പ്രകാശത്തിലേക്ക് കണ്ണും നട്ട് ചിന്തകൾ മൊത്തം അതിൽ ആവാഹിച്ച് തലയും താഴ്ത്തിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നേരെ നോക്കി തല ഉയർത്തി ജീവിക്കാൻ ശ്രമിക്കേണ്ടതില്ലേ? അപ്പോൾ അമിതമായ സ്മാർട്ട് ഫോൺ ഉപയോഗം സംശയിക്കുന്നവർക്ക് ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തരം വീഡിയോകളും ആരോഗ്യ സംബന്ധിയായ മറ്റു വീഡിയോകളും ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അപ്പോൾ നമുക്ക് രസകരമായ ചില കണക്കുകളിലേക്ക് കിടക്കാം. ഗ്ലോബൽ വെബ് ഇൻഡെക്സ് പ്രകാരം ഒരു ആവറേജ് മൊബൈൽ ഫോൺ യൂസറിൻ്റെ ഒരു ദിവസത്തെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഏകദേശം 2 മണിക്കൂർ 20 മിനിറ്റാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇത് 2 മിനിറ്റ് വെച്ച് കൂടി വരുന്നു എന്നാണ് പഠനങ്ങൾ. അതുപോലെ ഒരു ഹെവി യൂസർ ആണെങ്കിൽ ഇത് ഏകദേശം 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ എത്തും. ചില പുതിയ കണക്കുകൾ കാണിക്കുന്നത് ഒരു സ്മാർട്ട് ഫോൺ യൂസർ അവൻ്റെ സ്വന്തം ഫോൺ ഏകദേശം ഒരു ദിവസം 90 മുതൽ 100 തവണ വരെ എടുത്തു നോക്കുമെന്നാണ്. അതുപോലെ ഏറ്റവും പുതിയ പഠനങ്ങൾ പ്രകാരം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരിൽ ഏകദേശം 70% പേരും വിശ്വസിക്കുന്നത് തങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗം കൂടുതലാണെന്നും അത് കുറച്ചു കൊണ്ടുവരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുമാണ്. നമ്മുടെയൊക്കെ കണക്കുകൾ നോക്കിയാൽ അറിയാം ഇതിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന്. സ്മാർട്ട് ഫോൺ അഡിക്ഷൻ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ ഒരു പ്രോബ്ലം തന്നെയാണ്. മൊബൈൽ ഫോൺ ഇതൊരു പുതിയ ടൈപ്പ് ഓഫ് അഡിക്ഷനാണ്. ഇതിന് പലരും പറയാറുണ്ട് ന്യൂ സിഗരറ്റ് എന്ന്. കാരണം ഇതും നമ്മുടെ പോക്കറ്റിനുള്ളിൽ തന്നെയുണ്ട്. നമ്മൾ സ്ട്രെസ്ഡ് ആവുമ്പോഴോ ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോഴോ അല്ലെങ്കിൽ ബോറടിക്കുമ്പോഴോ ഒക്കെ ഇത് എടുത്തു നോക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നും. ഇതെടുത്തു നോക്കിയാൽ നമുക്ക് റിവാർഡ്സ് അഥവാ പ്ലഷർ അഥവാ സന്തോഷം തരും. ഇതിനാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഇതാണ് തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സന്തോഷത്തിൻ്റെ രാസതന്മാത്ര. ഇത് തന്നെയാണ് സിഗരറ്റിൻ്റെ കാര്യത്തിലും മറ്റേതൊരു അഡിക്ഷൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നതും. ഒരു ദിവസം ഒരു 5 മണിക്കൂർ ഫോണില്ലാതെ, ഫോണിനെക്കുറിച്ച് വേവലാതിപ്പെടാതെ ജീവിക്കാൻ പറ്റുന്നവർക്കും ഇനി കാണിക്കാൻ പോകുന്ന ഫോട്ടോകൾ തമ്മിൽ ഒരു വ്യത്യാസവും തോന്നാത്തവർക്കും ഈ വീഡിയോ ഇവിടെ വെച്ച് ഉപേക്ഷിക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല ഈ വീഡിയോ. അങ്ങനെയല്ലാത്തവർക്ക് ഈ വീഡിയോയിൽ തുടരാം. ആദ്യമായി ഒരമ്മ തൻ്റെ സ്വന്തം കൊച്ചിനെ സന്തോഷത്തോടെ വാത്സല്യത്തോടെ താലോലിക്കുന്നു.
അതേ അമ്മ ശ്രദ്ധ മുഴുവൻ ഫോണിലാണ്. കൊച്ച് ഇതികർത്തവ്യമൂഢനായിരിക്കുന്നു. രണ്ടാമതായി ഒരു ഫാമിലി എല്ലാവരും ഒത്തൊരുമിച്ച് വളരെ സന്തോഷത്തോടെ കൂട്ടം കൂടിയിരുന്ന് അവരുടെ തിരക്കിട്ട ജീവിതത്തിനിടയിലെ ഫാമിലി ടൈം ആസ്വദിക്കുന്നു. ഇനി അതേ ഫാമിലി എല്ലാവരും ഒരുമിച്ചാണ്, പക്ഷേ എല്ലാവരുടെയും ശ്രദ്ധ ഫോണിലും ലാപ്ടോപ്പിലും ഐപാഡിലുമൊക്കെയാണ്. നാലാമതായി ഒരു പിതാവ് സ്വന്തം കുഞ്ഞിനോടൊപ്പം സന്തോഷത്തോടെ കളിക്കുന്നു. ഇനി അതേ പിതാവ് ശ്രദ്ധ മുഴുവൻ ഫോണിലാണ്. കുഞ്ഞ് വളരെ വിഷമത്തോടെ പിതാവിനോടൊപ്പം കളിക്കാനായി കാത്തിരിക്കുന്നു. അഞ്ചാമതായി കുറേ കുട്ടികൾ, അവരെല്ലാവരും ഈ കളിക്കേണ്ട ഈ പ്രായത്തിൽ പരിസരമെല്ലാം മറന്ന് വളരെ രസകരമായ കളികളിലാണ്. ഇനി മറ്റു കുറച്ച് കുട്ടികൾ, അവരെല്ലാവരും ഒരുമിച്ചാണ്, പക്ഷെ ഓരോരുത്തരും ഫോണിൽ അവരുടേതായ വെർച്വൽ ഹോമിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. ഇതുവരെയുള്ള ഫോട്ടോകൾ ഒരുപോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അല്ലെങ്കിൽ ഫുള്ളി മാച്ചിങ് ആണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്നത് നാം ശ്രദ്ധിച്ചിരിക്കുന്നതിനേക്കാളും നാം ചിന്തിച്ചിരിക്കുന്നതിനേക്കാളും വലിയ ഒരു പ്രോബ്ലമാണ്. എന്തുകൊണ്ടാണ് നാം നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഇത്രയും അഡിക്റ്റഡായി പോകുന്നത്? അതിന് വിദഗ്ധർ പറയുന്നത് പ്രധാനമായും 3 കാരണങ്ങളാണ്. അവ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാരണം, നമ്മൾ ഓരോ മനുഷ്യരും ഒരു ഇൻഫർമേഷൻ സീക്കറാണ്. അതായത് പുതിയ പുതിയ വിവരങ്ങൾ വരുമ്പോൾ അത് അറിയാനുള്ള ഒരു ത്വര നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്. ഇന്ന സിനിമാ നടൻ കഞ്ചാവോ എന്നും, ഇന്ന സെലിബ്രിറ്റിയുടെ വിവാഹമോചനത്തിന് പിന്നിൽ എന്ത് എന്നും, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ ഒളിച്ചോടിയതാണോ എന്നും ഒക്കെ കേട്ടാൽ അത് എന്താണെന്ന് അറിയണമെന്നുള്ള ഒരു ഇൻഫർമേഷൻ സീക്കിംഗ് മനോഭാവം നമ്മളിൽ എല്ലാവരിലുമുണ്ട്. ഈ വിവരങ്ങൾ അറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്നോ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിവരമാണെന്നോ നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല. മിക്ക വാർത്തകളും അല്ലെങ്കിൽ മിക്ക വിവരങ്ങളും ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാറ് പോലുമില്ല. അപ്പോൾ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ്റെ രണ്ടാമത്തെ കാരണം അൺസർട്ടൈനിറ്റി അഥവാ അനിശ്ചിതാവസ്ഥ. ഓരോ തവണ നമ്മൾ മൊബൈൽ ഫോൺ തുറന്നു നോക്കുമ്പോഴും നമുക്കറിയില്ല നമുക്ക് ലഭിക്കാൻ പോകുന്നത് സന്തോഷകരമായതാണോ, സുഖകരമായതാണോ, ദുഃഖകരമായതാണോ, രസകരമായതാണോ, എൻ്റർടൈനിങ് ആണോ, വെറുപ്പിക്കുന്നതാണോ എന്ന്. ഇങ്ങനെ ഓരോ തവണ ഫോൺ എടുത്ത് നോക്കുമ്പോഴും നമുക്ക് ചെറിയ തോതിലുള്ള ഒരു ഗാംബ്ലിംഗ് പോലത്തെ അല്ലെങ്കിൽ ഒരു ലോട്ടറി എടുക്കുന്നത് പോലത്തെ ഒരു സുഖം ലഭിക്കുന്നു. ഇത് നമ്മുടെ തലച്ചോറിൽ സന്തോഷത്തിൻ്റെ രാസതന്മാത്ര, അതായത് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ വീണ്ടും 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 ഈ മൊബൈൽ ഫോൺ എടുത്തു നോക്കാൻ നമുക്ക് തോന്നുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ചു നേരം മൊബൈൽ ഫോണോ സോഷ്യൽ മീഡിയയോ ഒക്കെ ഉപയോഗിക്കാതെ ഇരുന്നാൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് തന്നെ, അതായത് നമ്മളറിയുന്ന മറ്റുള്ളവരിൽ നിന്നെല്ലാം വേർപെട്ട് അവരുടെ ഒന്നും വിവരങ്ങൾ അറിയാതെ അവരിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടു പോയ പോലെയുള്ള ഒരു ഫീൽ നമുക്ക് തരുന്നു. ഇതിനെയാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മൊബൈൽ ഫോണിൻ്റെ മായിക ലോകത്ത് ഈ 5 ഇഞ്ച് സ്ക്രീനിൻ്റെ പ്രകാശത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവരുമായെല്ലാം കണക്റ്റഡായിരിക്കുമ്പോഴും നാം ശരിക്കും മിസ്സിങ് ഔട്ട് ആവുന്നത് നമ്മളുടെ ഒറിജിനൽ വേൾഡിലും റിയാലിറ്റിയിൽ നിന്നുമാണ്. അതായത് നാം അറിയുന്ന, നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കുന്ന, നമ്മൾ അടുത്ത് തന്നെ ഇരിക്കൽ അത്യാവശ്യമായ നമ്മുടെ ഉറ്റവരെയും വേണ്ടപ്പെട്ടവരെയുമാണ് നമുക്ക് മിസ്സിങ് ഔട്ട് ആവുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നാം സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഈ സ്മാർട്ട് ഫോൺ എന്ന സാങ്കല്പിക ലോകത്ത് വെർച്വൽ ഹോമിൽ ഉപയോഗിക്കുന്ന ഈ സമയം നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് നാം ജീവിക്കേണ്ട, നാം അനുഭവിക്കേണ്ട, നാം ആസ്വദിക്കേണ്ട നമ്മുടെ ഒറിജിനൽ വേൾഡിലെ അഥവാ റിയൽ വേൾഡിലെ സമയത്തെ തന്നെയാണ്. സമയം കുറച്ച് കൂടുതലെടുത്തു പോയി, എന്നാലും നാം പോലും ചിന്തിക്കാതെ, നാം പോലും ശ്രദ്ധിക്കാതെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗം, അമിത ഉപയോഗം നമ്മുടെ ജീവിതത്തിലും സോഷ്യൽ ലൈഫിലും റിലേഷൻഷിപ്പിലും ജോലിയിലുമെല്ലാം വരുത്തുന്ന മാറ്റങ്ങളും അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങളും മൊബൈൽ ഫോൺ എങ്ങനെ ക്രിയേറ്റീവായി ഉപയോഗിക്കാമെന്ന് വിദഗ്ധർ നൽകുന്ന ടിപ്സും നമുക്ക് അടുത്ത വീഡിയോയിൽ, ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് നോക്കാം. അതുവരെ നിങ്ങളൊരു ദിവസം എത്ര മണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുവെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അടുത്ത വീഡിയോക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.